Hello, my dear students. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയിലെ ഫസ്റ്റ് സെമ്മിലെ പേപ്പറാണ്, ഹിസ്റ്ററി പേപ്പറാണ്. സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി തിയറീസ് ആൻഡ് ടൂൾസ്. ഈ ഒരു പേപ്പറിന്റെ പേര് കേൾക്കുമ്പോൾ പല കുട്ടികളും പേടിക്കുകയാണ്. ഇത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ, ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങൾ, ഇവന്റുകൾ, വർഷങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പൊ നിങ്ങൾ മുമ്പ് ഹിസ്റ്ററി പേപ്പറുകൾ പഠിച്ചതിന്റെ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. പക്ഷെ അതല്ല സംഭവം. ഇവിടെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹിസ്റ്ററി, അതായത് സൊസൈറ്റിയുടെ ഒരു ഹിസ്റ്ററി, ആ ഹിസ്റ്ററി തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കുറച്ച് ഘട്ടങ്ങളായിട്ട് മാത്രം എന്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മതി. അതായത് ഇപ്പൊ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കൂ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ അടിമ സമൂഹം ഉണ്ടായിരുന്നു അല്ലെ. അടിമ സമൂഹം അവസാനിപ്പിച്ചപ്പോഴാണ് പിന്നീട് ഫ്യൂഡൽ ഭരണ സമയം അല്ലെ, ഭൂപ്രഭുക്കന്മാര് അല്ലെ അവരുടെ പാടത്ത് പണിയെടുപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രഭു വർഗം, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അടിമ അപ്പൊ ആദ്യ പഴയ കാലഘട്ടങ്ങളിലാണ് അടിമ സമൂഹം നിലനിന്നിരുന്നത് അല്ലെ. അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അന്നത്തെ ഉൽപാദന മാർഗം എന്ന് പറയുന്ന പ്രധാനമായിട്ടായിരുന്നു മനുഷ്യന്മാരെ തന്നെ എന്ത് ചെയ്യുക, അടിമകളാക്കി വെക്കുകയും എന്നിട്ട് അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിലൂടെ ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് അടിമ സമൂഹം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് നോക്കൂ, ഫ്യൂഡലിസം. ഈ അടിമ സമ്പ്രദായം കുറെ രാജ്യങ്ങളിൽ എന്ത് ചെയ്തു, നിരോധിക്കാൻ തുടങ്ങി. അങ്ങനെ നിരോധിച്ചപ്പോൾ പുതിയ വന്നിട്ടുള്ള ഒരു സാമൂഹിക സംവിധാനമാണ് ഫ്യൂഡലിസം. അവിടെ ഭൂപ്രഭുക്കന്മാര് ഭൂമിയുടെ അവകാശം കൈവശം വെക്കുകയും എന്നിട്ട് ആ ഭൂമിയിൽ ഈ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും കർഷകർക്ക് അതിനെന്ത് ചെയ്യും, ഭൂമിയിൽ പാർക്കാനുള്ള സൗകര്യവും അല്ലെ അവന്റെ ഉപജീവന മാർഗത്തിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പൊ അതിന് അവന്റെ ഉപജീവന മാർഗവും അവന്റെ പാർപ്പിടവും അവന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മുതലാളിക്ക് അവൻ എന്ത് ചെയ്യണം, ശരിക്കും അടിമയെ പോലെ തന്നെ പണിയെടുക്കാം. പക്ഷെ അടിമത്തമല്ല, അടിമത്തത്തിന്റെ വേറൊരു രൂപമായിട്ട് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ത് ചെയ്തു വന്നു. അവിടെ ഭൂപ്രഭുക്കന്മാര്, മാടമ്പികള്, പ്രഭുക്കന്മാരുണ്ടായിരിക്കും അല്ലെ. ആ പ്രഭുക്കന്മാരുടെ പാടത്തും പറമ്പിലും പണിയെടുത്ത് അല്ലെ, കുടിയാൻ എന്ന് പറയും, ടെനൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിലൂടെ ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടമാണ് ഈ അടിമ സമ്പ്രദായത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു സമ്പ്രദായം, ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡൽ സമ്പ്രദായത്തിന് ശേഷമാണ് വ്യാവസായികവൽക്കരണം അല്ലെ, കൃഷി. ഫ്യൂഡലിസം നിലനിന്ന് പ്രധാനമായിട്ടും ഭൂമി പ്രധാന വരുമാന മാർഗ്ഗമായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഈ വ്യാവസായികവൽക്കരണം വന്നോട് കൂടിയിട്ട് ഭൂമി പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്ന സംഭവം മാറി. അപ്പൊ കർഷകരുടെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു. പിന്നീട് വ്യവസായങ്ങൾ തുടങ്ങി അല്ലെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങി. ഫാക്ടറികളും മെഷീനറികളും ഒക്കെ വാങ്ങാന് പണമുള്ളവൻ മുതലാളി അല്ലെ, പണമില്ലാത്തവൻ തൊഴിലാളി. അപ്പൊ അവൻ എന്ത് ചെയ്യേണ്ടി വരും, മുതലാളിയുടെ ഈ വ്യവസായശാലകളിൽ പോയിട്ട് പണിയെടുക്കണം, എന്നിട്ട് അവന്റെ ഉപജീവന മാർഗം നിലനിന്ന് പോകും അല്ലെ. അപ്പൊ ഈ വ്യവസായശാലകൾ വന്നോട് കൂടിയിട്ടാണ് ക്യാപിറ്റൽ, മൂലധനം വന്നത്. അപ്പൊ മൂലധനം കയ്യിലുള്ളവൻ ക്യാപിറ്റലിസ്റ്റ് അല്ലെ, ക്യാപിറ്റലിസ്റ്റ് മുതലാളി എന്ന് പറയും, ബൂർഷ്വാസി അല്ലെ. പിന്നെ മുതൽ മുടക്ക് കയ്യിലില്ലാത്തവൻ എന്ത് ചെയ്യാണ്, എന്താ പറയുക, പ്രോലിറ്ററേറ്റ്. ജർമ്മൻ ടേം ആണ്, കാറൽ മാക്സ് പറഞ്ഞാണ് ജർമ്മൻ ടേം. പ്രോലിറ്ററേറ്റ് എന്ന് പറയും, തൊഴിലാളി. അപ്പൊ അവൻ എന്ത് ചെയ്യണം, അവന്റെ അധ്വാനം വിറ്റിട്ട് അവൻ എന്ത് ചെയ്യണം, ജീവിക്കണം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ക്യാപിറ്റലിസം, മുതലാളിത്തം എന്താണ്. അപ്പൊ ഫ്യൂഡലിസം അവസാനിച്ച്, ഫ്യൂഡലിസം നമുക്കറിയാം പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ പോലുള്ള വലിയ വലിയ വിപ്ലവങ്ങൾ നടന്നോട് കൂടിയിട്ട് ലോകത്തെമ്പാടും എന്ത് ചെയ്താണ്, ഈ ഫ്യൂഡൽ സമ്പ്രദായം അല്ലെങ്കിൽ ഫ്യൂഡൽ ഭരണ സംവിധാനം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു അല്ലെ. അല്ലെങ്കിൽ അതില്ലാതായതോട് കൂടിയിട്ടാണ് വ്യാവസായികവൽക്കരണത്തിലൂടെ എന്ത് ചെയ്യുന്നത്, മുതലാളിത്തം എന്ന് പറയുന്ന പുതിയൊരു സാമൂഹിക സംവിധാനം എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. അപ്പൊ അതിന്റെ സംശയം എന്താണ് മുതലാളിത്തം, അതിൽ അർബനിസം എന്താണ്, കൊളോണിയലിസം എന്താണ്, ഇമ്പീരിയലിസം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നീടാണ് വരുന്നത് സോഷ്യലിസം. ഈ മുതലാളിത്തത്തിന് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യലിസം വരുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം വരുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് വരുന്നത്. അതിൽ സോഷ്യലിസവും ഡെമോക്രസിയും ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ടെങ്കിലും സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുന്നതിന്റെ അളവ് കൂടുതലാണ്. അതായത് ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വകാര്യമായിട്ട് സ്വത്ത് സമ്പാദിക്കാം. അതായത് ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ എനിക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാം എന്നുള്ളത്, എന്റെ കഴിവും സമയവും ചെലവാക്കി എനിക്ക് എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷെ സോഷ്യലിസം വന്നോട് കൂടിയിട്ട് ആളുകൾക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിന് ഒരു പരിധി നിശ്ചയിക്കപ്പെടുകയും അതിന്റെ അപ്പുറം ഉള്ളത് സർക്കാർ പിടിച്ചെടുത്തിട്ട് അതില്ലാത്തവർക്ക് എന്ത് ചെയ്യും, വിതരണം ചെയ്യും. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. പിന്നെ ജനാധിപത്യം അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ് വ്യാവസായികവൽക്കരണത്തിന് ശേഷമുള്ള സമൂഹമാണ്. അവിടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ്. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ബ്ലോക്ക് 5 പുതിയൊരു രീതി, അതായത് മുതലാളിത്തത്തിന്റെ കുറെ പോരായ്മകളെ തിരുത്തിക്കൊണ്ടുള്ള പുതിയൊരു ഭരണ സംവിധാനമായിട്ട് സോഷ്യലിസം അല്ലെങ്കിൽ ഡെമോക്രസി പോലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ സോഷ്യലിസം പ്രധാനമായിട്ട് നടപ്പിലാക്കിയത് USSRും ചൈനയിലൊക്കെയാണ്. പക്ഷെ സോഷ്യലിസം പൂർണ്ണമായും നടപ്പിലാക്കിയത് കാരണം USSR തകർന്നുപോയി. ചൈന ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈന സോഷ്യലിസം വിട്ടിട്ട് പതുക്കെ ക്യാപിറ്റലിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന എപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ സോഷ്യലിസത്തിന് കുറെ ഡീമെറിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നെ പറയാം.
പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങൾ രൂപപ്പെടും. അതെന്താണ് ജനാധിപത്യ രാജ്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ്? പിന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, വ്യവസായത്തിന് ശേഷം വ്യവസായമല്ലാത്ത മേഖലയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വരുമാനങ്ങൾ വരാൻ തുടങ്ങി. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്താണ്? പിന്നെ ബ്ലോക്ക് 6-നകത്തേക്ക് വരുമ്പോൾ കണ്ടംപററി ക്യാപിറ്റലിസം, അതായത് മുതലാളിത്തത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സോഷ്യലിസത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു നിയോ ക്യാപിറ്റലിസം എന്ന് പറയുന്ന, അതായത് പുതിയൊരു മുതലാളിത്തം അല്ലെങ്കിൽ സമകാലീന മുതലാളിത്തം എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. അതിനകത്താണ് ഗ്ലോബലിസം, നാഷണൽ കമ്പനി, അതായത് വേൾഡ് വൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ ആ കമ്പനികളാണ് ഇന്ന് ശരിക്കും എന്ത് ചെയ്യുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനികൾ എന്താണ്, അവരെങ്ങനെയാണ് കോർപ്പറേറ്റുകൾ, അപ്പൊ ഈ ന്യൂ ക്യാപിറ്റലിസത്തിനകത്ത് പ്രധാനപ്പെട്ട മുതലാളിമാർ എന്ന് പറയുന്ന ഈ എന്താ പറയാ മൾട്ടിനാഷണൽ കമ്പനികളാണ്. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഓരോ രാജ്യത്തും പോയിട്ട് ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളും ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ ഓരോ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് ആ രാജ്യം മാറുന്നത്. അപ്പൊ നമുക്കറിയാം 91-ല് നരസിംഹറാവു പ്രധാനമന്ത്രിയും നമ്മുടെ പിന്നെ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആകുന്ന കാലത്താണ് 1991-ലെ ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ LPG എന്ന് പറയും നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും ലോകത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ്സുകൾ തുടങ്ങുന്നു, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പുറത്തു പോയിട്ട് ബിസിനസ് തുടങ്ങുന്നു. ഇതൊക്കെയാണ് കണ്ടംപററി ക്യാപിറ്റലിസം. അതായത് ഈ പറയുന്ന വ്യാവസായികവൽക്കരണത്തിനും കൊളോണിയലിസത്തിനൊക്കെ ശേഷമുള്ള ഈ മൾട്ടിനാഷണൽ കമ്പനികളിലൂടെ നിലനിൽക്കുന്ന ഒരു ക്യാപിറ്റലിസം ഉണ്ട്. അതിനെയാണ് കണ്ടംപററി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചാണ് ബ്ലോക്ക് 6-നകത്ത് പറയുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു സാമൂഹിക ചരിത്രമാണ് അവിടെ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇവന്റുകൾ വെച്ചിട്ട്, അല്ലെ അതല്ലെങ്കിൽ പിന്നെ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരം, അതിൽ ഹിറ്റ്ലർ, മുസോളിനി, ഇങ്ങനെയുള്ള ചരിത്രം അല്ല നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അപ്പൊ ആദ്യകാലത്ത് അടിമ സമൂഹമായിരുന്നു. ആ അടിമ സമൂഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പിന്നീട് വന്നത് അടിമ സമൂഹം ഇല്ലാതെ ആയപ്പോൾ പിന്നീട് വന്നത് ഫ്യൂഡൽ ഭരണ സംവിധാനമായിരുന്നു. അപ്പൊ ഫ്യൂഡലിസം എന്തായിരുന്നു, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെ? അത് തകർന്നുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ളത് ക്യാപിറ്റലിസം ആണ്. ക്യാപിറ്റലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, അല്ലെ? വ്യാവസായികവൽക്കരണവും അതിലൂടെ രൂപപ്പെട്ടുള്ള ക്യാപിറ്റലിസം ആണ്. അപ്പൊ ക്യാപിറ്റലിസം എന്തായിരുന്നു, അതിന്റെ സവിശേഷതകൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ക്യാപിറ്റലിസത്തിന്റെ ഒരു മറുപടി ആയിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് USSR, ചൈന പോലുള്ള രാജ്യങ്ങളിൽ സോഷ്യലിസം എന്താണ്, അല്ലെ? അതായത് സമ്പത്ത് ഗവൺമെന്റ് കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് സോഷ്യലിസം. അപ്പോ ആ സോഷ്യലിസം കാലഘട്ടത്തിൽ പിന്നീട് ജനാധിപത്യം വരുന്നു. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 5-ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. 6-ാമത്തെ ബ്ലോക്കിലേക്ക് എത്തുമ്പോഴോ ഇന്നത്തെ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒക്കെ ഒരുപാട് പോരായ്മകളെ തിരുത്തിക്കൊണ്ട് നിയോ ക്യാപിറ്റലിസം എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളിലൂടെ പ്രവർത്തിക്കുന്ന ഈ ഒരു പുതിയ ആധുനിക ലോകത്തെ പിന്നെ എന്താ പറയാ ഒരു മുതലാളിത്ത സംവിധാനം, ആധുനിക ലോകത്തെ, ഇന്നത്തെ ലോകത്തെ, കണ്ടംപററി എന്ന് പറഞ്ഞ സമകാലീന ലോകത്തെ. അപ്പൊ ഇന്നത്തെ ലോകത്തെ ഈ ഒരു പിന്നെ മുതലാളിത്ത സംവിധാനം എന്താണ് എന്നുള്ളതാണ് ബ്ലോക്ക് 6-നകത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വലിയ ഒരു ചരിത്ര അല്ലെങ്കിൽ എന്താ വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലോക ചരിത്രം മൊത്തം ഞാൻ പഠിക്കണമല്ലോ എന്ന ചിന്തയിലൊന്നും വേണ്ട. നമ്മൾ സോഷ്യോളജിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേജുകളായിട്ട് നമ്മൾ ഇതിനെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജുകളൊക്കെ ആക്കി ഇതിനൊക്കെ തിരിച്ചിട്ടുള്ള ആള് നമ്മളെ കാറൽ മാക്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പിന്നെ ഘട്ടങ്ങൾ, അതായത് സമൂഹം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. അതിനകത്ത് ഉൽപാദന രീതികളെയും ഉൽപാദന മാർഗങ്ങളെയും കുറിച്ച് വിശദമായി വിശകലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. ഇപ്പൊ അടിമ സമൂഹത്തിൽ ഉൽപാദന മാർഗം എന്ന് പറയുന്നത് അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലായിട്ട് ഫ്യൂഡലിസം വരുമ്പോൾ ഭൂപ്രഭുക്കന്മാര് കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്, അവരെ കൊണ്ട് കുറഞ്ഞ മാർഗത്തിൽ കൂലി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്യൂഡൽ ഭരണ സംവിധാനത്തിൽ വരുന്നത്. ഇനി ബ്ലോക്ക് 4-നകത്ത് പറഞ്ഞിട്ടുള്ള മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ അവിടെ ബൂർഷ്വാസി, പ്രോലിറ്ററേറ്റ്, മുതലാളിമാര് മൂലധനം മുടക്കി ഫാക്ടറികളും മറ്റും തുടങ്ങും. അതില് തൊഴിലാളികളെ കൂലിക്ക് വിളിപ്പിച്ച് അവരെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്ന് വരുമാനം കിട്ടുകയും ചെയ്യുന്ന ഒരു ക്യാപിറ്റലിസം. ഇനി കാറൽ മാക്സ് പറയുന്നത് സോഷ്യലിസം വരുമെന്നാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം വരുമെന്നാണ്. അതായത് ചൈനയിലും USSR-ലും ഒക്കെ ഉള്ള പോലത്തെ അല്ല. അതായത് സ്വകാര്യ സ്വത്തുക്കൾ ഇല്ലാത്ത എല്ലാ സ്വത്തുക്കളും
ജനങ്ങള് തുല്യമായി പങ്കിടുന്ന ഒരു സമത്വ സുന്ദരമായ ഒരു സമൂഹം വരും. അതൊക്കെയാണ് സോഷ്യലിസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. പക്ഷേ പ്രാക്ടിക്കലി ഇന്ന് പിന്നെ റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ അവരൊന്നും ഫോളോ ചെയ്യുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കാറൽ മാർക്സ് ഉദ്ദേശിച്ച രീതിയിലുള്ള സോഷ്യലിസം അല്ല. എങ്കിലും സോഷ്യലിസം എന്ന് പറയുന്ന ഭരണ സംവിധാനം വരും. അവിടെ എല്ലാവർക്കും സ്വത്ത് തുല്യമായി വിതരണം ചെയ്യപ്പെടും. അല്ലെ, പൊതു സ്വത്താണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടായിരിക്കില്ല. സ്വത്ത് എല്ലാവരുടേതുമാണ്. അല്ലെ, അവിടെ എന്തുണ്ടായിരിക്കില്ല, ഇന്റേത് നിങ്ങളുടേത് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കില്ല. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതുവരെ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏത് ഒരു 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 കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സൊസൈറ്റി വരും. അവിടെ എല്ലാവരും അല്ലെ വർഗരഹിത അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വർഗങ്ങളില്ലാത്ത, ഭരണവർഗങ്ങളില്ലാത്ത, ഇങ്ങനെ എന്താ രാഷ്ട്രങ്ങളില്ലാത്ത ഒരു സുന്ദരമായ എല്ലാവരും തുല്യമായിരിക്കുന്ന ഒരു സമൂഹം വരും എന്നൊക്കെയാണ് കാറൽ മാർക്സ് ഉദ്ദേശിച്ചിട്ടുള്ള സോഷ്യലിസം എന്ന് പറയുന്നത്. എന്നാൽ പ്രാക്ടിക്കലി USSRലും ചൈനയിലൊക്കെ ഉള്ള സോഷ്യലിസം എന്താണെന്നുള്ളത് നമ്മൾ പറയും കേട്ടോ. ഇനി കാറൽ മാർക്സ് പറയാത്ത ഇന്നത്തെ കാലഘട്ടത്തെ മുതലാളിത്തമാണ് കണ്ടംപററി ക്യാപിറ്റലിസം. മുതലാളിത്തം കഴിഞ്ഞാൽ മുതലാളിത്തത്തെ തകർത്തുകൊണ്ട് സോഷ്യലിസം കടന്നു വരും. പക്ഷെ സോഷ്യലിസം ഇപ്പൊ നിലനിൽക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പൊ നിലനിൽക്കുന്നത് കണ്ടംപററി ക്യാപിറ്റലിസം, സമകാലീന മുതലാളിത്തം, മൾട്ടിനാഷണൽ കമ്പനികളിലൂടെ നിലനിൽക്കുന്ന മുതലാളിത്തമാണ്. ഇതിനെക്കുറിച്ച് കാറൽ മാർക്സ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന് സോഷ്യലിസം വരെയാണ് കാറൽ മാർക്സ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പിന്നെ എന്താ പറയാ സൊസൈറ്റിയുടെ സ്റ്റേജസുകൾ എന്ന് പറയുന്ന അങ്ങനെ വ്യത്യസ്തമായ സ്റ്റേജുകളാക്കി തിരിച്ച് ഇതിനെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഒരു സീക്വൻഷ്യൽ ആയിട്ട് ഇങ്ങനെ പറയാൻ കാരണക്കാരനായത് ആര് തന്നെയാണ്, കാറൽ മാർക്സ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഉൽപാദന രീതികളെയും ഉൽപാദന മാർഗങ്ങളെയും കുറിച്ച് എന്ത് ചെയ്തത്, വിശദമാക്കിയത്. ഈ പുസ്തകത്തിലാണ് കാറൽ മാർക്സ് പറയുന്നത് സാമൂഹിക സാമ്പത്തിക വികാസത്തിന്റെ, അതായത് സാമൂഹികവും സാമ്പത്തികവുമായിട്ട് ഒരു സമൂഹം ഓരോ ഘട്ടങ്ങളിൽ നിന്ന് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദന രീതികളും ഉൽപാദന മാർഗങ്ങളുമാണ്. അപ്പൊ ആ ഉൽപാദന രീതികളും ഉൽപാദന മാർഗങ്ങളെയും കുറിച്ചാണ് എന്ത് ചെയ്തത്, നേരത്തെ ഞാൻ പറഞ്ഞത് ആദ്യം അടിമകളെ ഉപയോഗിച്ചിട്ടായിരുന്നു, പിന്നീട് കർഷകരെ ഉപയോഗിച്ചിട്ടായിരുന്നു, പിന്നീട് പിന്നെ വ്യവസായശാലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു, ഈ മുതലാളിമാരെ തകർത്തുകൊണ്ട് ആര് വരും, സോഷ്യലിസം വരും. അപ്പോൾ ഉൽപാദന മാർഗം ഒരാളുടേതുമാവില്ല, പൊതുവായിരിക്കും എന്നാണ്. സോഷ്യലിസത്തിലെ ഉൽപാദന മാർഗങ്ങൾ എല്ലാവരുടേതുമായിരിക്കും എന്നുള്ളതാണ് കാറൽ മാർക്സ് പറയുന്നത്. സമൂഹങ്ങൾ നിലനിൽക്കാനും വളരാനും ആവശ്യമായ വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക അല്ലെ. മനുഷ്യന്മാർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, വസ്തുക്കളും വേണം, സേവനങ്ങളും വേണം. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കണം അല്ലെ. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, അരി വേണം, ഭക്ഷണം വേണം, ഇതാണ് വസ്തുക്കൾ എന്ന് പറഞ്ഞ കേട്ടോ. അത് ഉൽപ്പാദിപ്പിക്കാൻ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഓരോ ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഈ ക്രമീകരണ രീതികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉൽപാദന രീതികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, മനുഷ്യന് ഇത്ര കുറെ ആവശ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂഹം എന്ത് ചെയ്യും, ഓരോ കാലഘട്ടത്തിലും സ്വയം ക്രമീകരിക്കും. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ ക്രമീകരണം എന്ന് പറയുന്ന അടിമ സമ്പ്രദായമായിരുന്നു. അപ്പൊ മനുഷ്യന് വേണ്ട സാധനങ്ങളൊക്കെ അടിമകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഫ്യൂഡലിസം വന്നപ്പോ അടിമകൾക്ക് തുല്യമായിക്കൊണ്ട് തന്നെ പക്ഷേ കർഷകർ എന്ന് പറയുന്ന റോളാണ്. അവിടെ കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക. ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ, മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ അവിടെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന് ആവശ്യമായ വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂഹം ഇങ്ങനെ സ്വയം ക്രമീകരിക്കാറുണ്ട്. ഈ ക്രമീകരണത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉൽപാദന രീതികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിലെ ചരക്കുകളും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വ്യവസ്ഥകളെയാണ് എന്ത് വിളിക്കുന്നത്, ഈ ഒരു ഉൽപാദന രീതികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഉൽപാദന രീതികൾ വേറെ വേറെ ആയിരിക്കും കേട്ടോ. ഇനിയും നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഉൽപാദന രീതികൾ മാറും. ഇനി നമ്മൾ റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, ആൾറെഡി എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്, ചില ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ റോബോട്ടുകൾ അല്ലെ, പണ്ട് അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിച്ചിരുന്ന ജോലികൾ, ഉൽപാദന പരിപാടികൾ നമ്മൾ റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യിക്കുന്നതാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായ വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള ഒരു രീതിയുണ്ട്. അത് സമൂഹം സ്വയം ക്രമീകരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോന്നാണ് അല്ലെ. ഓരോന്നിന്റെയും പോരായ്മകളെ തിരിച്ചറിയുമ്പോൾ അല്ലെ, അടിമ സമ്പ്രദായം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒന്നാണ്. മനുഷ്യരെ ചന്തകളിൽ കൊണ്ടുപോയിട്ട് കന്നുകാലികളെ വിൽക്കുന്നത് പോലെ വില പറഞ്ഞ് വിറ്റിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പഴയ സിനിമകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ എന്ത് ചെയ്തു, ഫ്യൂഡലിസം വന്നു അല്ലെ. ഫ്യൂഡലിസത്തിന്റെ പോരായ്മകൾ അല്ലെ, അതിനെയും ആളുകൾ എതിർക്കാൻ തുടങ്ങി. അതിന്റെയും പോരായ്മകൾ ഉണ്ടായപ്പോൾ സമൂഹം പരിഷ്കരിച്ചപ്പോൾ അതിനെ എതിർത്ത് അത് തകർത്ത് പുതിയൊരു സംവിധാനം വന്നു, മുതലാളിത്തം വന്നു. ഇനി മുതലാളിത്തത്തിന്റെയും കുറെ പോരായ്മകൾ അപ്പൊ അതിനെയും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്, ഓരോ രീതിയിലുള്ള ഉൽപാദനോപാധികൾ അല്ലെങ്കിൽ വസ്തുക്കളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മാർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സംഭവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉൽപാദന മാർഗങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. കാലക്രമേണ വ്യത്യസ്ത സമൂഹങ്ങൾ എങ്ങനെ വികസിച്ചു എന്നും അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ
അല്ലെ ഭക്ഷണം, വസ്ത്രം പോലുള്ള ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ എങ്ങനെയാണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ട് ക്രമീകരിച്ചത്? ആദ്യ കാലഘട്ടങ്ങളിൽ അടിമ സമ്പ്രദായമായിരുന്നു, പിന്നീട് ഫ്യൂഡൽ സമ്പ്രദായമായിരുന്നു, പിന്നീട് മുതലാളിത്ത സമ്പ്രദായം. ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ക്രമീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഉൽപാദന മാർഗം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് സഹായിക്കുന്നത്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അടിമ സമ്പ്രദായത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. കാറൽ മാർക്സ് പറയുന്ന ഒരു സംഭവമാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് അടിമ സമ്പ്രദായത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നത്. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രാകൃത കമ്മ്യൂണിസം ആണ്. അതായത് നമ്മൾ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി എന്ന് നമുക്ക് ചുരുക്കി പറയാം. അതായത് നമ്മൾ വേട്ടയാടുകയും കായ്കനികൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റിയിൽ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലാണ്. അതായത് അവിടെ എന്തില്ല? സ്വകാര്യ സ്വത്തില്ല. ഇത് ഇന്റത് അത് അന്റത് എന്ന് പറയുന്ന സ്വകാര്യ സ്വത്തില്ല. അതെല്ലാതും എല്ലാവരുടേതുമാണ്. ഇപ്പൊ ഒരു മരം കാണുമ്പോൾ ആ മരത്തിൽ ഒരാൾ കയറും, അതിന് കായ്കനികൾ ഭക്ഷിക്കും, അല്ലെ ഏതെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ വേട്ടയാടും, അതിനെ പിടിച്ച് അല്ലെ ഭക്ഷിക്കും. ഇങ്ങനെ എല്ലാ സ്വത്തും എല്ലാവരുടേതുമാണ്. ഇതാണ് പൊതു ഉടമസ്ഥത എന്ന് പറയുന്നത്, പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും തുല്യമായി പ്രവർത്തിക്കുകയും വിഭവങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന വളരെ സമത്വ സുന്ദരമായ ഒരു ലോകമാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി ഉണ്ടല്ലോ, വേട്ടയാടുകയും കായ്കനികൾ ശേഖരിക്കുകയും ജീവിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പ്രാകൃത കമ്മ്യൂണിസം വർക്കൗട്ട് ആവുള്ളൂ. പിന്നീട് മനുഷ്യന്റെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അവൻ തുടങ്ങിയിട്ടുള്ള പുതിയൊരു സാമ്പത്തിക, അപ്പോ ആദ്യകാലത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കായ്കനികൾ ശേഖരിക്കുക, അല്ലെ പിന്നെ എന്താ പറയാ മൃഗങ്ങളെ വേട്ടയാടുക, അതായിരുന്നു അവന്റെ ഉൽപാദന മാർഗം എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ രീതിയിൽ അവൻ ജീവിച്ചു പോയി. പിന്നീടാണ് നമ്മൾ പറഞ്ഞ ഒരു സാമൂഹിക ക്രമീകരണം വന്നത്. ഏത്? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക ക്രമീകരണം. ആ ക്രമീകരണത്തെയാണ് നമ്മൾ ഉൽപാദന മാർഗങ്ങൾ ഉൽപാദന രീതികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഉൽപാദന രീതികളിൽ ഒന്നാമത്തതാണ് എന്ത്? അടിമത്തം എന്ന് പറയുന്നത്. ഈ സമൂഹങ്ങളില് അടിമകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഉൽപാദനോപാധികളുടെ ഉടമകളായ ഭരണവർഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നിർബന്ധിതമായിട്ട് ജോലി ചെയ്യും. അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിമ ചന്തകൾ ഉണ്ടാവും. ആ ചന്തകളിൽ പോയിട്ട് അടിമകളെ വാങ്ങും. മനുഷ്യന്മാർ തന്നെയാണ്. അല്ലെ അതിൽ പ്രധാനമായിട്ടും കറുത്ത വർഗ്ഗക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അടിമകളായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? അടിമകളെ വാങ്ങും. അടിമകളെ കൊണ്ടുപോയിട്ട് ഇവരെ പാടത്തും പറമ്പിലൊക്കെ എന്ത് ചെയ്യും? മൃഗങ്ങൾക്ക് തുല്യമായിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? അടിമത്തം എന്ന് പറയുന്നത്. പിന്നീട് അടിമത്തത്തിന്റെ കുറെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടിമ സമ്പ്രദായം അമേരിക്കയിലും മറ്റൊക്കെ വിവിധ എന്താ പറയാ പരിഷ്കരണ നിയമങ്ങളിലൂടെ അതെന്ത് ചെയ്തു? ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ വന്നിട്ടുള്ള ഒരു സാമ്പത്തിക സാമൂഹിക സംവിധാനമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഭൂമിയുടെ ഉടമകൾ, അവരെയാണ് പ്രഭുക്കന്മാർ എന്ന് വിളിക്കുന്നത്. ഭൂമി കൈവശം വെക്കുന്ന കർഷകരിൽ നിന്ന്, അതായത് നമുക്ക് ഭൂപ്രഭുവിന്റെ ഭൂമി നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വാടക കൊടുക്കണം. അവരെയാണ് ഈ വാടക കൊടുത്ത് ഭൂ ഉടമയുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരെയാണ് കുടിയാൻ എന്ന് വിളിക്കുന്നത്. കർഷകർക്ക് ഭൂമി ഉപയോഗിക്കാനുള്ള അവകാശം ലഭിക്കും, പക്ഷെ അവരെന്ത് ചെയ്യണം? പ്രഭുക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കൊടുക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാല് ഈ കർഷകരെ കൊണ്ട് എന്താ ചെയ്യും? അടിമകൾക്ക് തുല്യമായി പണിയെടുപ്പിക്കുകയും എന്നിട്ട് നിലത്ത് എന്തെങ്കിലും ഒരു കുഴി കുത്തി അതിലൊരു ഇല ഇട്ടിട്ട് അതിലേക്ക് കഞ്ഞി വിളമ്പി കൊടുക്കും. ആ കഞ്ഞി കുടിക്കുക, പിന്നെയും ഈ ഭൂപ്രഭുവിന്റെ പാടത്തും പറമ്പിലും പണിയെടുക്കുക എന്നുള്ള ഒരു സംവിധാനം. അപ്പൊ അതാണ് പുതിയൊരു സംവിധാനമായിട്ട് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. പിന്നീട് ഫ്രഞ്ച് റവല്യൂഷൻ പോലുള്ള വലിയ വിപ്ലവങ്ങൾ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഫ്യൂഡലിസം തകരുകയും അല്ലെ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ സമൂഹം രൂപപ്പെടുകയും ചെയ്തു. അതാണ് മുതലാളിത്തം. എനിക്ക് കഴിവും പൈസ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിസിനസ്സുകൾ എനിക്ക് തുടങ്ങാം. അതിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? പണം സമ്പാദിക്കാം. അല്ലെ പണം സമ്പാദിക്കുമ്പോൾ ഞാൻ മുതലാളി, എന്റെ കീഴിൽ പണിയെടുക്കുന്നവൻ തൊഴിലാളി. ഇങ്ങനെ മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കേട്ടോ. ഇവിടെ ഭൂപ്രഭുവോ കുടിയാനോ അല്ല. അല്ലെ ഫ്യൂഡലിസത്തിൽ ഭൂപ്രഭുവും കുടിയാനുമാണ്. ഇവിടെ വരുമ്പോൾ മുതലാളിയും തൊഴിലാളിയാണ്. അപ്പൊ ഈ സമൂഹത്തിൽ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മുതലാളിത്തം. അതായത് എനിക്കിന്റെ കഴിവും എന്റെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? പരമാവധി സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കാം. അവിടെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? അവരുടെ തൊഴിൽ ശക്തി വിൽക്കാൻ നിർബന്ധിതരാണ്. മൂലധനം ഇല്ലാത്തവൻ എന്ത് ചെയ്യണം? മുതലാളിമാരുടെ ഫാക്ടറിയിലും മറ്റും എന്ത് ചെയ്യണം? തൊഴിലാളി അവന്റെ തൊഴിൽ വിറ്റുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. ഇങ്ങനെ ഫ്യൂഡലിസം തകർന്നപ്പോ പുതിയ വന്നൊരു സംവിധാനമാണ് എന്ത്? മുതലാളിത്ത സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ഉള്ളത്? സ്വകാര്യ സ്വത്തുണ്ട്. മുതലാളിമാർ എന്ത് ചെയ്യുന്നു? അവരുടെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറികളും മറ്റൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള മൂലധനം മുടക്കിക്കൊണ്ട് ബിസിനസ്സുകൾ തുടങ്ങുന്നു. അതില് തൊഴിലാളി അവന്റെ തൊഴിൽ വിറ്റ് ജീവിക്കുന്നു. ഇങ്ങനെ മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പുതിയ സംവിധാനം വന്നു. അതാണ് എന്ത്? മുതലാളിത്ത സംവിധാനം. ഇനി കാറൽ മാർക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസം വരുന്നതാണ്.
അതായത് ഇപ്പൊ വന്ന സോഷ്യലിസം ഒന്നും കാറൽ മാക്സ് ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള സോഷ്യലിസം അല്ല. ഇപ്പൊ ചൈനയിലും USSRലും രൂപപ്പെട്ടുള്ള സോഷ്യലിസം എന്ന് പറയുന്നത് കാറൽ മാക്സ് ഉദ്ദേശിച്ചുള്ള സോഷ്യലിസം അല്ല. കാറൽ മാക്സ് ഉദ്ദേശിച്ചുള്ള സോഷ്യലിസം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഉൽപാദനോപാധികളുടെ നിയന്ത്രണാവകാശം പൊതുവായി കണക്കാക്കപ്പെടുന്ന കാലഘട്ടം, അതായത് സ്വകാര്യ സ്വത്തില്ല, അതിർവരമ്പുകളില്ല, വേലിക്കെട്ടുകളില്ല, മതിലുകളില്ല, എല്ലാവരുടേതുമാകുന്ന ഒരു കാലഘട്ടം, വർഗരഹിത, രാഷ്ട്രരഹിത, എല്ലാവരും തുല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു സമൂഹം. അത് വളരെ എന്താ പറയാ, നമുക്ക് വളരെ ഉട്ടോപ്യൻ ചിന്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരിക്കലും ഇതുവരെ എന്താ പറയാ പോസിബിൾ ആവാത്ത ഒരു കാര്യമാണ് എന്ത് സോഷ്യലിസം എന്ന്. എങ്കിലും സോഷ്യലിസം നടപ്പാക്കാൻ വേണ്ടിയിട്ട് സോഷ്യലിസം എന്ന ആശയം ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾ ചെയ്യുന്നത് എല്ലാ സ്വത്തും ഗവൺമെന്റ് നിയന്ത്രിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റ് അത് എല്ലാവർക്കും എന്ത് ചെയ്യുക, തുല്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഉൽപാദനോപാധികൾ എന്ന് പറയുന്നത് എന്താണ്, സാമൂഹിക ഉടമസ്ഥതയിലാണ്. അപ്പോ പ്രത്യേകിച്ച് ഇവിടെ ഒരു സോഷ്യലിസം നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ ചെയ്യാറുള്ളത് ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയും ഗവൺമെന്റ് എന്ത് ചെയ്യും, എല്ലാവർക്കും അത് തുല്യമായി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി ഇപ്പൊ അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുണ്ട് ഉൽപാദന രീതികൾ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഉൽപാദന രീതികൾ വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, അന്ന് എല്ലാവരും എല്ലാവരുടേതുമാണ്, ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആണ്, ആർക്കും സ്വകാര്യ സ്വത്തുക്കളില്ല. പിന്നെ സ്വകാര്യ സ്വത്തുക്കളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ എന്റെ അടിമ എന്ന സംഭവങ്ങളൊക്കെ വരും. അപ്പൊ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, പിന്നീട് കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, പിന്നീട് തൊഴിലാളികളെ, മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി ഇതെല്ലാം അവസാനിപ്പിച്ച് എല്ലാതും എല്ലാവരുടേതുമാകുന്ന ഒരു സമൂഹം, സുന്ദര സമൂഹം വരും എന്നാണ് കാറൽ മാക്സ് പറയുന്നത്. അത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്, സോഷ്യലിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. അവിടെ സ്വകാര്യ സ്വത്തുക്കളില്ല, എല്ലാം എല്ലാവരുടേതുമാകുന്ന പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ ഉണ്ടായിരുന്ന പോലുള്ള ഒരു സമൂഹം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്ടോപ്പിയൻ ചിന്തയാണ്, ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ, അല്ലെങ്കിൽ ഈ ഒരു സിലബസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണോ ഇനി നമ്മൾ പറയേണ്ടത്, അതൊക്കെ ഞാനിപ്പോ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്ന് നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുന്ന ക്ലാസ്, അതായത് ഓരോ ചാപ്റ്ററിനകത്ത് പിന്നെ എന്താണ് പറയുന്നത്, അല്ലെ, ഓരോ ഇപ്പൊ എന്താണ് മീൻസ് ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്താണ്, ക്ലാസ് ഫോർമേഷൻ ആൻഡ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്താണ്, സൊസൈറ്റി, കാർൽ മാക്സ് പറഞ്ഞിട്ടുള്ള സൊസൈറ്റീസ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്താണ്, പിന്നെ സ്ലേവിലേക്ക് വരുമ്പോൾ സ്ലേവ് ആസ് എ കമ്മ്യൂണിറ്റി, സോഴ്സ് ഓഫ് എ ലേബർ, പിന്നെ ഗ്രീസിലും എഥൻസിലും, ഗ്രീസിലെ പ്രധാനമായിട്ട് എഥൻസിൽ, സ്പാർട്ട, ഗ്രീസിലെ 2 സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ എങ്ങനെയായിരുന്നത്, അമേരിക്കയിൽ എങ്ങനെയായിരുന്നത്, അതിൽ സർപ്ലസും അർബനൈസേഷനും എന്താണ്, പിന്നെ ഫ്യൂഡലിസത്തിലേക്ക് വരുമ്പോൾ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ രീതി മാറുകയാണ്. അപ്പൊ അതെന്താണ്, ചേഞ്ച് ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, പിന്നെ അതിൽ തന്നെ ഫ്രാഗ്മെന്റേഷൻ എന്താണ്, ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ എന്താണ്, യൂറോപ്പിൽ എങ്ങനെയായിരുന്നു ഫ്യൂഡലിസം ഉണ്ടായിരുന്നത്, പിന്നെ എങ്ങനെയായിരുന്നു ഈ ഒരു ഫ്യൂഡലിസം, അല്ലെ, സർപ്ലസ് ആൻഡ് ഡീക്കേഡ് ഓഫ് അർബൻ സെന്റേഴ്സ് എന്താണ്, പിന്നെ വ്യാവസായികവൽക്കരണവും മുതലാളിത്തത്തിന്റെ ആദ്യ രൂപം എന്താണ്, മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് അർബനിസം വരുന്നു, കൊളോണിയലിസം വരുന്നു, ഇമ്പീരിയലിസം വരുന്നു, അതൊക്കെ എന്താണ്, ബ്ലോക്ക് 5 സോഷ്യലിസം, ഡെമോക്രസി, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഇത് 3 എന്താണ്, പ്രത്യേകിച്ച് USSRലും ചൈനയിലും ഒക്കെ സോഷ്യലിസം എന്തായിരുന്നു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെയായിരുന്നു ജനാധിപത്യം ഉണ്ടായിരുന്നത്, പിന്നെ സമകാലീന മുതലാളിത്തത്തിൽ എന്താണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, മൾട്ടിനാഷണൽ കമ്പനികൾ ആരൊക്കെയാണ്, എന്താണ് ട്രേഡ്, താരിഫ്, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഓരോ ബ്ലോക്കിനകത്ത് 4 ക്ലാസ് വീതം വരുന്ന ഒരു 10, 15, 14, 24 ചെറിയ ചെറിയ ക്ലാസ്സുകൾ കേട്ടോ, ചെറിയ ചെറിയ കുഞ്ഞു ക്ലാസ്സുകളാണ്. അപ്പൊ അതിന്റെ നിങ്ങളുടെ മെറ്റീരിയൽ തന്നെ അങ്ങനെയാണ് കേട്ടോ. അതായത് ചെറിയ ചെറിയ ബ്ലോക്കുകളിൽ ഓരോ എന്താ പറയാ യൂണിറ്റുകളും ചെറിയ ബ്ലോക്കുകളാണ്, ഒരു 2-3 പേജുകളുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളാണ്, വലിയ വിശാലമായിട്ടുള്ള യൂണിറ്റുകളൊന്നും അല്ല, ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ആൻഡ് വേൾഡ് ഹിസ്റ്ററി, അതിന്റെ ഫുൾ ക്ലാസ് 250 മാത്രം കേട്ടോ. വേറെ എവിടെ നിങ്ങൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് എടുത്തു തരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ് ഈ രീതിയിലാണ്, അതിന്റെ മലയാള വിശദീകരണത്തോട് കൂടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, എന്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക, 9526786586 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സ്ആപ്പ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.